നമസ്കാരം. സവാദിന്റെ ഇഷ്യൂ നമുക്കറിയാലോ. ചിലപ്പോൾ ഏകദേശം ഒട്ടും മിക്ക പേർക്കും അറിയുന്ന ഒരു കാര്യമാണ്. സവാദ് എന്ന് പറഞ്ഞൊരു യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തതും കാര്യങ്ങളെല്ലാം. ചിലപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ വേറൊരു കാര്യമായി മസ്താനി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി എന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാമിലേക്ക് അതാണ് പേര് വേറെയാണ്. ആ പറഞ്ഞ പെൺകുട്ടിനെ KSRTC ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം കാണിച്ചതിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് അവസാനം ജാമ്യത്തിൽ ഇറങ്ങിയ സവാദ് എന്ന് പറഞ്ഞ ഒരു യുവാവ് എറണാകുളത്തിലോട്ട് KSRTC ബസ്സിൽ സഞ്ചരിക്കുന്ന സമയത്ത് 3 പേരിരിക്കുന്ന സീറ്റ് ഉണ്ടല്ലോ, അതില് ഈ അറ്റത്ത് ആളിരിക്കുന്നുണ്ട്, ഈ വിൻഡോ സൈഡിൽ ഈ പെൺകുട്ടി ഇരിക്കുന്നുണ്ട്. സെന്ററിൽ കയറി വന്നിരുന്ന് ഈ കുട്ടിന്റെ അടുത്ത് മോശമായിട്ടുള്ള രീതിയിൽ തൻ ലൈംഗിക അവയവത്തിനെയൊക്കെ എടുത്ത് പുറത്തിട്ടു എന്നൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ ക്ലിപ്പെല്ലാം ഈ പറഞ്ഞ പെൺകുട്ടിന്റെ ഇൻസ്റ്റഗ്രാമിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് ഇറങ്ങി ഓടുന്നതും പോലീസ് പിടിക്കുന്നതും പിന്നെ അവസാനം ജയിലിൽ കൊണ്ടിടുന്നതും പിന്നെ പുറത്തിറങ്ങുന്ന സമയത്ത് മെൻസ് അസോസിയേഷന്റെ ആൾക്കാർ വന്ന് മാലയിട്ട് സ്വീകരിക്കുന്ന കാര്യമൊക്കെ നമ്മൾ അറിഞ്ഞാണ്. ഇതിന്റെ പുറമെ 2 വിഭാഗക്കാരാണ്. എന്ന് വെച്ചാൽ സവാദ് കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് ആരോപിക്കുന്നവരും മറുവശത്ത് ഇത് ഈ പറഞ്ഞ പെൺകുട്ടി റീച്ചിന് വേണ്ടി ചെയ്തതാണെന്നൊക്കെ പറഞ്ഞു ന്യൂസ് ഏക്കർ എന്നൊക്കെ പറഞ്ഞ കുറെ യൂട്യൂബ് ചാനലിൽ പുള്ളിക്കാരനെ സവാദ് പറഞ്ഞ ആളിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സവാദിനെ കുറിച്ചിട്ട്. അന്ന് ഇതേപോലെ തന്നെ ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഇത് തെറ്റ് ആരാണോ ചെയ്തത് അവന് കടുത്ത ശിക്ഷ തന്നെ കിട്ടണം. അത് ഇതൊരു ആരോപണം മാത്രമാണെങ്കിൽ ആ ആരോപണ വിധിയായ സവാദിന് അതിൻ്റെതായ നഷ്ടപരിഹാരം കൊടുക്കാൻ, മാനനഷ്ട കേസ് കൊടുക്കാൻ, അല്ലെങ്കിൽ അതിനുള്ള ഇത് കൊടുക്കാനുള്ള ഒരു ഇതും ഈ പറഞ്ഞ പെൺകുട്ടി തയ്യാറാണ്. കാരണം കള്ളക്കേസാണെന്നുണ്ടെങ്കിൽ സത്യാവസ്ഥ ഈ പറഞ്ഞ പെൺകുട്ടി പറഞ്ഞത് ശരിയെന്നെങ്കിൽ അതിൻ്റെതായ ശിക്ഷ ഈ പറഞ്ഞ യുവാവ് അനുഭവിക്കണം തന്നെയാണ് എനിക്കും പറയാനുള്ളൂ. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോ എല്ലാവരുടെയും ഒരു ഇത് ഇത്രയും കാലം ഈ പറഞ്ഞ പെൺകുട്ടിന്റെ ആ ഒരു വീഡിയോന്റെ പുറത്തായിരുന്നു ഇപ്പൊ കാര്യങ്ങളെല്ലാം പൊക്കൊണ്ടത്. ഇങ്ങനെ ആയി, അവിടെ വന്നു, ഇങ്ങനെ മൊത്തത്തില് ഇങ്ങനെ സീനാക്കി. അപ്പോൾ വീഡിയോ ഓൺ ചെയ്തു, കുറെ നേരമായി ഇങ്ങനെ ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് വീഡിയോ ഓൺ ആക്കിയതാണ്, നാട്ടുകാർ പ്രതികരിക്കണില്ലെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരനെ ഒരു ഇത് ചെയ്ത് അവസാനം പുള്ളി സ്വയരക്ഷയ്ക്ക് വേണ്ടി ഓടി എന്നൊക്കെയാ പറഞ്ഞത്. എന്നിട്ട് ഓടുന്നതായിട്ടാണ് നമ്മൾ ആ വീഡിയോയിൽ മൊത്തം കണ്ടത്. അന്നും എല്ലാവരും ഈ പറഞ്ഞ പയ്യനെ പ്രതികൂലിച്ചും ഈ പറഞ്ഞ പെൺകുട്ടിനെ അനുകൂലിച്ചും അല്ലെങ്കിൽ അപ്രിസിയേറ്റ് ചെയ്തും കൊണ്ടിട്ടുള്ള ഒരു ലെവലിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരുന്നത്. അതെല്ലാം നമ്മളാ യൂട്യൂബ് ചാനലുകളായാലും ന്യൂസ് ചാനലുകളായാലും എല്ലാവരും ഈ പെൺകുട്ടിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഇതാണ് അറിഞ്ഞത്. പിന്നെ കുറച്ച് പേരാണ് ഇങ്ങനെയുള്ള കുറച്ച് പേര് ഇങ്ങനെയുള്ള ഈ ന്യൂസ് ഏക്കർമാരുടെ പോലുള്ള കുറെ പേര് ഈ സവാദിന്റെ ആ ഒരു കേസിന്റെ പുറകെ തന്നെയാണ് കുറേ നാളും സവാദ് ചെയ്തിട്ടില്ല, അവനെ കുരുക്കിയതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ജയിലിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ചു ഇനിയിപ്പോൾ അടുത്തൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് സവാദ് വരും എന്നുള്ളതിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ കുറെ മാസങ്ങളായിട്ട് വന്നിട്ടുണ്ടാവില്ല. ചിലപ്പോൾ കേസിന് ആസ്പദമായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഒന്ന് പുറത്തുവിടാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇതൊന്നും സംസാരിക്കേണ്ടിരുന്നത്. ഇപ്പോ സവാദ് സ്വന്തം ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഒരു വീഡിയോ പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ പുള്ളിക്ക് പറയാനുള്ളൂ അന്നത്തെ ദിവസം. നമ്മളിപ്പോ പെൺകുട്ടി പറയുന്നത് മാത്രമാണ് നമ്മൾ കേട്ടത്. പക്ഷെ ഇത് ഈ കുറ്റവാളി അല്ലെങ്കിൽ ഇതൊരു പ്രതി എന്ന് പറഞ്ഞ ആളുടെ ഒരു മാനസികാവസ്ഥ എന്താ അവിടെ നടന്നതെന്നൊന്നും നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ചതായിരുന്നു പുള്ളിന്റെ എക്സ്പ്ലനേഷൻ. പക്ഷെ ആ സമയത്തൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ നിലവിലെ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ പുള്ളിന്റെ സ്വന്തം ഇൻസ്റ്റാഗ്രാമിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇവിടെ വയ്ക്കാം. ചിന്തിച്ചാൽ മനസ്സിലാവും. അപ്പം പണം ധരിച്ചത് ഞാൻ ഒരുപാട് മണിക്കൂറുകളും ബസ്സിലാണ് എന്നുള്ളതാണ്. അങ്കമാലി ടു അത്താണിയാണ്. അത്താണിയിലേക്ക് എത്താൻ മാക്സിമം 10 മിനിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ കാര്യത്തിലേക്ക് കടക്കാം. അങ്കമാലിയിൽ നിന്നാണ് ഫ്രണ്ട് ഡോർ വഴി ഞാൻ ബസ്സിലേക്ക് കയറിയത്. ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. 2 ദിവസം കൊണ്ട് എൻ്റെ കമ്പനി ഇനാഗുറേഷന്റെ ഡേറ്റ് ഫിക്സ് ആക്കും. അങ്ങനെ അതിന്റെ ഓപ്പണിങ്ങുമായിട്ട് ബന്ധപ്പെട്ടും അതിന്റെ പർച്ചേസിംഗ് ഒക്കെ ആയിട്ട് ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഓട്ടത്തിലായിരുന്നു. അപ്പം നല്ല ടയേർഡായിരുന്നു, നല്ല വെയിലായിരുന്നു, നല്ല വേർത്തിരുന്നു. ഫ്രണ്ട് ഡോർ വഴി ബസ്സിലേക്ക് കയറിയപ്പം ഒരു ഫ്രണ്ടിലൊരു സീറ്റ് ഉണ്ട്, സൈഡിൽ ഒരാൾ ഇരിപ്പുണ്ട്, എൻഡിൽ ഇവർ പറഞ്ഞ ഇയാള് ഇരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഇരിക്കണം എന്നൊറ്റ ചിന്തയായിരുന്നുള്ളൂ. അപ്പം സ്വാഭാവികമായിട്ടും അവര് തൽക്കാലം അവിടെ ഇരിക്കാം എന്നുള്ളത് കൊണ്ട് ഒരു സീറ്റ് അവരോട് നീങ്ങിത്തരാൻ പറഞ്ഞു. അപ്പൊ അവര് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങുന്ന മട്ടിൽ അവര് മാറിത്തരികയാണ് ചെയ്തത്. ഒരു കാര്യം ഓർമ്മിക്കുക, പലരും പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ പലരും തെറ്റിദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ അതിനിടയിലേക്ക് കയറി ഇരുന്നതാണ് എന്നുള്ളത്. ഓർക്കുക, KSRTC ബസ്സിൽ ഫ്രണ്ട് സീറ്റും ബാക്ക് സീറ്റും തമ്മിൽ
നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു 10 സെന്റിമീറ്റർ ഗ്യാപ്പാണ് ഉണ്ടാവും. ആ 10 സെന്റിമീറ്റർ ഗ്യാപ്പിനുള്ളിൽ ഒരാൾക്ക് കയറി ഇരിക്കാൻ പറ്റൂല. നമുക്ക് കയറി ഇരിക്കാൻ പറ്റും, ഒരാളെ തള്ളി മാറ്റിയിട്ട് നമുക്ക് കയറി ഇരിക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ അവര് എഴുന്നേറ്റ് തരണം, അല്ലെങ്കിൽ അവർ റിസ്ക് എടുത്ത് മാറി തരണം, അല്ലാതെ ഒന്നും അവിടേക്ക് ഇരിക്കാൻ പറ്റൂല. അപ്പൊ അവരും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് അതിനിടയിൽ. അപ്പൊ ഓക്കെ, അപ്പൊ ഇങ്ങനെ പറഞ്ഞത് അങ്കമാലി ടു ഇവിടെ പോകുന്ന സമയത്ത് KSRTC ഏതൊരു കമ്പനി ഇനാഗുറേഷൻ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ സാധനങ്ങളും കാര്യങ്ങളെല്ലാം മേടിക്കാൻ വേണ്ടിയിട്ട് ടയർഡായിരുന്നു പുള്ളിക്കാരെ. ബസ്സിൽ വന്നിരുന്നു. ഈ സീറ്റ് പെട്ടെന്ന് എങ്ങനെ ഇരിക്കണം പറഞ്ഞപ്പോൾ ഇതിന്റെ ഇടയിൽ വന്നിരുന്നു. തള്ളിക്കയറി വന്നിരുന്നതൊന്നുമല്ല, അപ്പുറത്തിരിക്കുന്ന പെൺകുട്ടിന്റെ പെർമിഷൻ ചോദിച്ചിട്ട് തന്നെയാണ് ഈ സെന്ററിൽ വന്നിരുന്നത് എന്നാണ് സവാദ് പറയുന്നത്. എക്സ്പ്ലനേഷൻ ആണ് ഇത്, കൺക്ലൂഷൻ അല്ല. പുള്ളിന്റെ പക്ഷം നമ്മളെ പെൺകുട്ടി പറയുന്നത് നമ്മൾ കേട്ടു. ഇനി ഈ പുള്ളി പറയുന്നത് കേൾക്കണമല്ലോ. ആ സമയത്ത് പറഞ്ഞു നിർബന്ധിച്ച് വന്നിരുന്നു എന്നാണ് ആ ഒരു വീഡിയോയിലൊക്കെ ഈ പറഞ്ഞ പെൺകുട്ടി പറഞ്ഞത്. ഇതിപ്പോ നമുക്ക് അതും വിശ്വസിക്കാൻ പറ്റില്ല, ഇതും വിശ്വസിക്കാൻ പറ്റില്ല. ഇതിന്റെയൊക്കെ കേസിലേക്ക് ഒരു കൺക്ലൂഷൻ ആയാലേ നമുക്ക് ഇത് എന്താണെന്നുള്ള കാര്യം മനസ്സിലാവുള്ളൂ. അതിന്റെ ഭാഗത്തെ ന്യായം ശരി എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനെ നിർബന്ധിച്ചിട്ടൊന്നുമല്ല അവിടെ ഇരുന്നത്. ഈ പറഞ്ഞ പുള്ളിക്കാരെ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണതും കൊണ്ട് ഈ അറ്റത്ത് അല്ല സെന്ററിൽ വന്നിരിക്കാൻ വേണ്ടി മാറിക്കൊടുത്തപ്പോൾ ഈ സെന്ററിൽ വന്ന് ഇരുന്നു എന്നുള്ള ഒരു ന്യായം പറയുന്നത്. പക്ഷെ ഈ പറയുന്ന പെൺകുട്ടി അവിടെ ഇത്രയും സീറ്റ് ഉണ്ടായിട്ടും നിർബന്ധിച്ച് അല്ലെങ്കിൽ ഈ ഒരു ഇത് കാണിച്ച് ഇവിടെ ഞങ്ങൾ ഇരിക്കുന്ന സീറ്റിന്റെ നടുക്ക് വന്ന് ഇരുന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതൊന്നും ഒരിക്കലും പോസിബിൾ അല്ല, രണ്ടാളിരിക്കും അതിന്റെ ഇടയിലേക്ക് കയറി ഇരിക്കാതൊന്നും. അപ്പം ഞാൻ അവിടെ ഇരുന്നതുമായി ബന്ധപ്പെട്ട് ചില വാക്ക് തർക്കമുണ്ടായിട്ടുണ്ട്. വീഡിയോ ഒരുപാട് ലോങ് ആകുന്നത് കൊണ്ട് ഞാൻ ഷോർട്ടായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അവിടെ ഇരുന്നതുമായി ബന്ധപ്പെട്ട് ചില വാക്ക് തർക്കങ്ങളുണ്ടായി. ആ വാക്ക് തർക്കവുമായി ബന്ധപ്പെട്ട് അവർ വളരെ വൃത്തികെട്ട രൂപത്തിൽ, അതായത് ഫക്ക് യുവർ മം ആൻഡ് ഡാഡ് എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട വേർഡ് എന്നിലേക്ക് ഉപയോഗിച്ചു. അതെനിക്ക് സഹിക്കാൻ പറ്റാതായപ്പോൾ ഞാൻ കൃത്യമായിട്ട് അതിന് പച്ച മലയാളത്തിൽ അതിന് മറുപടി കൊടുത്തു. എന്താണ് മറുപടി കൊടുത്തത് എന്നുള്ളത് ഞാനിവിടെ പറയുന്നില്ല, ഞാനതിന്റെ മാന്യത കീപ്പ് ചെയ്യുന്നു. അപ്പം ഞാനത് പറഞ്ഞപ്പോൾ ആദ്യമേ പറയും, ഇവരെ കൂടെ പിറകിൽ ആളുണ്ട്, 100% ആളുണ്ട് എന്നാണ് എൻ്റെ കൃത്യമായ ബോധ്യം. കൃത്യമായിട്ട് ഇവരെ പിറകിൽ ബസ്സിൽ ആളുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ സംഭവം അപ്പം എനിക്ക് തോന്നി ഇവർക്ക് എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എനിക്ക് മനസ്സിലായപ്പോൾ എന്തോ ഒരു പന്തികേട് എനിക്ക് മനസ്സിലായി. എന്തോ ഒരു നോർമൽ അല്ലാത്ത ആളപ്പോൾ ബിഹേവ് ചെയ്തപ്പോൾ തന്നെ ഞാൻ അവിടുന്ന് എഴുന്നേൽപ്പോൾ തന്നെ എനിക്കെതിരെ വീഡിയോ എടുത്തിട്ടുണ്ട്. ആ വീഡിയോയിൽ വളരെ വൃത്തികെട്ട രൂപത്തിൽ വലതും വിളിച്ചു പറയുന്നു. അപ്പൊ ഞാൻ അവിടെ തന്നെ എന്റെ കാര്യങ്ങൾ ഞാൻ പ്രൂവ് ചെയ്തു. ആ ബാഗ് എടുത്ത് മാറ്റി ഞാനത് പ്രൂവ് ചെയ്തു. പക്ഷെ അവർ ഒഴിവാക്കുന്നില്ല. ആ വീഡിയോ തന്നെ നിങ്ങൾക്ക് കാണാം. ആ സ്പോട്ടിൽ തന്നെ, എനിക്ക് സമയം കിട്ടുന്നില്ല, ആ സ്പോട്ടിൽ തന്നെ അവരെനിക്കെതിരെ ഫോണ് ഉയർത്തിയപ്പോൾ ഞാൻ പെട്ടെന്ന് പകർത്തി. അതാ എന്റെ ആ നോട്ടം. അപ്പം അവർ കൃത്യമായിട്ട് എനിക്കെതിരെ ഫോൺ ചൂണ്ടിയപ്പോൾ ഞാൻ കൃത്യമായിട്ട് അത് ഫോൺ വീഡിയോ തന്നെ അത് പ്രൂവ് ചെയ്തു. എന്നിട്ടും ഞാൻ അവിടുന്ന് എഴുന്നേറ്റപ്പോഴും കണ്ടക്ടർ വന്നപ്പോൾ കണ്ടക്ടർക്ക് നേരെയും ഞാൻ കൃത്യമായിട്ട് എന്റെ നിരപരാധിത്വം ഞാൻ അവിടെ തന്നെ കണ്ടക്ടർക്ക് മുന്നിൽ തെളിയിച്ചു. ഓക്കെ, അപ്പോ ഇവര് ആ ഇരുന്നതിൽ സംബന്ധിച്ച് ഈ കുട്ടിയായിട്ട് അതിന്റെ മുമ്പ് ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് കുറച്ച് വാക്ക് തർക്കങ്ങളൊക്കെ ആയി, അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറച്ചിലും കാര്യങ്ങളൊക്കെ ആയി എന്നാണ് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ട് ആ ബസ്സിലുള്ളവര് ആ സമയത്ത് ഇതൊന്നും പ്രതികരിച്ചില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു വഴക്കിനെ കുറിച്ചൊന്നും മെൻഷൻ ചെയ്തില്ല എന്നുള്ളൊരു സംശയം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് കാരണം. എന്തായാലും ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കം തെറിയും കാര്യങ്ങളെല്ലാം പറയുമ്പോൾ പുറകിലിരിക്കുന്ന ആൾക്കാർ എന്ന് വെച്ചാൽ പുറകിലിരിക്കുന്ന ഇവർക്കെങ്കിലും അറിയുമല്ലോ. എന്തായാലും അവിടെ ന്യൂസ് ചാനലുകളും കാര്യങ്ങളെല്ലാം സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കണ്ടക്ടർ ഉണ്ടല്ലോ, കാരണം ഈ എന്തായാലും നോർമലി നമ്മൾ സൗമ്യത്തോടൊന്നും സംസാരിക്കില്ല, സൗണ്ടിൽ തന്നെയാണ് ഈ വഴക്കുണ്ടാകുമ്പോൾ സംസാരിക്കുള്ളൂ. ആ സംസാരിക്കുമ്പോൾ ഈ കണ്ടക്ടറിനെ അറിയാലോ. എന്നാൽ കണ്ടക്ടർ ഇതേപോലെ ന്യൂസ് ചാനലുകൾ വന്ന സമയത്ത് അവന്റെ അടുത്ത് പറഞ്ഞില്ല ഇങ്ങനെ വഴക്കുണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെയുള്ള ഇതന്നെ വഴക്ക് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു എന്നുള്ള ആ ഒരു എഫർട്ടി അത് മെൻഷൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഒരു സംശയം നിൽക്കുന്ന പുള്ളി ടയേർഡാണ്, കാര്യങ്ങളാണ്, കിട്ടിയ സീറ്റിൽ ഇരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് വന്നെന്നാലോചിക്കും. പിന്നെയും ലേഡീസ് ഇരിക്കുന്ന സീറ്റിൽ വന്ന് ഇരുന്നിട്ട് ഇപ്പോൾ പുറകിലെവിടെയും സീറ്റൊന്നും ജസ്റ്റ് സെർച്ച് പോലും ചെയ്യാണ്ട് നേരെ വന്ന് ലേഡീസിന്റെ അതിന്റെ അടിയിൽ കയറി ഇരുന്നതാണ് ഇപ്പോഴും സംശയത്തിന് ഉളവാക്കുന്നത്. എനിക്ക് പേഴ്സണലി വേറൊന്നുമല്ല, ഇത് പിന്നെ നിലവിൽ പുള്ളി തന്നെ പറയുന്നുണ്ട്
ഇത് മൊത്തം മറ്റേ ഇതൊരു ഷോപ്പ് ഇനാഗുറേഷൻ സാധനങ്ങൾ മേടിക്കാറുണ്ട്, 2-3 ദിവസം ഒരു ഭയങ്കര ഓട്ടത്തിലാണ് കാര്യങ്ങളാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞ പുള്ളി പറയുന്നുണ്ട്. അതുകൊണ്ട് കിട്ടിയ സീറ്റിൽ കയറി ഇരുന്നു എന്നുള്ള പറഞ്ഞത്. അപ്പോൾ അതിനോടൊന്നും അത് പുള്ളിന്റെ ഒരു അഭിപ്രായമാണ്. എന്റെ ഒരു അഭിപ്രായം പറയുന്നത്, ഒരു സീറ്റ് പോലും സെർച്ച് ചെയ്യാതെ ഇവിടെ നിന്ന് കയറി ഇരുന്നത് എന്തിനായിരുന്നു എന്നുള്ള ദുരുദ്ദേശത്തിലുള്ളതല്ല, ഞാൻ ജസ്റ്റ് കോമൺ ആയിട്ടുള്ള കാര്യം ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അതിന്റെ അവിടെ വന്നിരിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ളത്. പിന്നെ ഇത്രയും നിലവില് ഇത്രയും ഒരു സൗണ്ട് ഉണ്ടാകുന്ന സമയത്ത് അതിന്റെ ഞാൻ അതാ ചോദിക്കുന്നത്, ആ ബസ്സിൽ ഇത്രയും യാത്രക്കാരുള്ള സമയത്ത് എന്തുകൊണ്ട് ആരും അതിനെക്കുറിച്ച് ആ സമയത്തൊന്നും മെൻഷൻ ചെയ്തില്ല എന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് അതിലും ഒരു ദുരൂഹത തന്നെയാണ്. ഇത്രയും പേര്, അല്ലെങ്കിൽ ആ കണ്ടക്ടർ പോലും, അല്ലെങ്കിൽ അതിന്റെ ഡ്രൈവർ പോലും ഇതിനു മുമ്പ് ഒരു വാക്ക് തർക്കമൊക്കെ ആയിട്ടാണ് ഈ ഇറങ്ങിയോടെ ആ വാക്ക് തർക്കം ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം പോലും അവിടെ മെൻഷൻ ചെയ്യാത്തതിലാണ് ഒരു സംശയം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടക്ടർ എന്നോട് ചോദിക്കില്ലായിരുന്നോ, നീ തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കൂലേ? ഒരിക്കലും അത് ചോദിച്ചിട്ടില്ല. കാരണം കണ്ടക്ടർക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത്, അല്ലെങ്കിൽ അവിടെ അങ്ങനെ സംഭവം നടന്നിട്ടില്ല എന്നത്. അതുകൊണ്ട് തന്നെ അവര് പരാതിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ കണ്ടക്ടർക്ക് അതിനെ ആക്ഷൻ എടുക്കാതിരിക്കാൻ പറ്റൂല. അത് കണ്ടക്ടർ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ കണ്ടക്ടർ ബസ്സിൽ നിന്ന് ഇറങ്ങി. ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കണ്ടക്ടർ ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോഴും കണ്ടക്ടർ തന്നെ പറയുന്നുണ്ട് അവൻ ബോൾഡായി അവിടെ നിന്നിട്ടുണ്ട്, തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. സത്യമാണ്, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ എന്തുകൊണ്ട് ഓടി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. ആ ബസ്സിൽ നിന്ന് ആ സംഭവത്തെ അവർ കട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ആ ബസ്സിൽ നിന്ന് കണ്ടക്ടർ ഇറങ്ങിയപ്പോൾ ഞാൻ ഇറങ്ങുന്നതും ആ ബസ്സിൽ നടന്ന സംഭവത്തെയും അവർ കട്ട് ചെയ്തിട്ടുണ്ട്. ആ കട്ട് ചെയ്ത ആ സംഭവം വളരെ കൃത്യമായി ഞാൻ പറഞ്ഞുതരാം. അവര് ബസ്സിലുള്ളവരോട് പറയാണ്, എന്താണ് നിങ്ങൾ ഇയാളെ തല്ലാത്തത്, ആണ്ടാരും പ്രതികരിക്കാത്തത്, ഇതിലാരും ആണുങ്ങളില്ലേ എന്നൊക്കെ ചോദിച്ച് വികാരം കൊള്ളിക്കുകയാണ്. കാരണം ഇവരുടെ ലക്ഷ്യം എനിക്ക് മനസ്സിലായി കൃത്യമായിട്ട്. അതായത് ബസ്സിലുള്ളവരെ കൊണ്ട് എന്നെ തല്ലിക്കണം, എന്റെ ബ്ലഡൊക്കെ വന്ന് ഇപ്പം 1, 2, 3 ആൾക്കാരോ അല്ലെ 5 ആൾക്കാരോ നമുക്ക് തിരിച്ചു തല്ലാം, അല്ലെങ്കിൽ പ്രതികരിക്കാം. ഇവര് പെണ്ണാണ് പറയുന്നത്, അതുകൊണ്ട് തന്നെ എല്ലാവരും തല്ലും. അതുപോലെ തന്നെ പുറത്തുനിന്ന് വരുന്നവരും എല്ലാവരും തല്ലും. തല്ലി കുറുക്കൊക്കെ പൊട്ടി മുറിഞ്ഞ് ബ്ലഡൊക്കെ വന്ന് ഒരു പ്രതിയെ കിട്ടിയിട്ട് ഏൽപ്പിക്കുന്നത് പോലെ പോലീസിനെ ഏൽപ്പിച്ചു കൊടുക്കാനായിരുന്നു ഇവരുടെ പ്ലാന്. അവര് കൃത്യമായ പ്ലാൻ എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് എന്റെ സെൽഫ് പ്രൊട്ടക്ഷൻ, അത്രയേ പറയാനുള്ളൂ. ഞാൻ ബസ്സിൽ നിന്ന് അവിടുന്ന് എവിടെയെങ്കിലും എസ്കേപ്പ് ആവാം എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പുറത്തിറങ്ങി കണ്ടക്ടർ തെറിപ്പിച്ച് ഓടിയത്. അത് തന്നെ ഒരു കാര്യം ഓർമ്മിക്കുക, അവിടുന്ന് ഓടിയിട്ടില്ലെങ്കിൽ എന്നെ തല്ലിച്ചതച്ച് ഒരു പ്രതിയെ പോലെ പോലീസിനെ ഏൽപ്പിച്ചു കൊടുക്കുമായിരുന്നു. അപ്പം എനിക്ക് മറ്റുള്ള യൂട്യൂബ് ചാനലുള്ളവരും ഇത് തന്നെയാണ് പറഞ്ഞത്, പുള്ളി സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടി എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എല്ലാവരും തല്ലേണ്ട ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും തന്നെ പറയുന്നത്, ഈ പെൺകുട്ടി ഇവിടുന്ന് പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ആണുങ്ങൾ ആരും ഇല്ലേ, നിങ്ങളെന്താ തല്ലാത്തല്ല, അങ്ങനെ പ്രഷർ ചെയ്യിപ്പിച്ചിട്ട് തല്ലേണ്ട ഒരു സിറ്റുവേഷൻ അവിടെ നിലവിൽ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല. കാരണം ഈ പെൺകുട്ടി പറയുന്ന ഒരു കാര്യമാണ്, ചിലപ്പോൾ പെണ്ണിന്റെ വാക്കാണെന്നുള്ള പറഞ്ഞ പോലെ ഇതിൽ സത്യാവസ്ഥ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ചിലവർ നോക്കില്ല, ചിലപ്പോൾ മർദ്ദിക്കും. ചിലവര് ഇതിപ്പോ പറയല്ല, ഇതിപ്പോ എന്താ ഇപ്പൊ സത്യത ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് പറഞ്ഞിട്ട് ചിലവർ മാറി നിൽക്കുന്നുള്ളതാണ്. അപ്പം നിലവിൽ എനിക്ക് പറയാനുള്ളത്, ഇതിപ്പോ ഓടിയത് പുള്ളി സെൽഫ് പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടി ഓടിയതാണ്. ഡ്രൈവറിനെയൊക്കെ കണ്ടക്ടറിനൊക്കെ തട്ടി മാറ്റിയിട്ട് ഇറങ്ങി ഓടിയാ നേരെ പോയത് ഹൈവേ പോലീസിന്റെ മുന്നിലേക്കാണ് ഓടിപ്പോയത്, ചെന്ന് കയറി കൊടുത്തത്. അവിടെ നിന്നാണ് അങ്ങനെ അറസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് കൊണ്ടുപോയതെന്നാണ് സവാദ് പറയുന്നത്. സവാദ് പുള്ളിന്റെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഈ പറഞ്ഞ പെൺകുട്ടിയാണെങ്കിലും പുള്ളിക്കാര്യത്തിന്റെ ഭാഗം ക്ലിയർ ചെയ്ത് പറഞ്ഞു ഇങ്ങനെയാണ് ഉണ്ടായെന്നുള്ളത്. അപ്പോൾ ഇതിന്റെയൊക്കെ കൺക്ലൂഷൻ അറിയാലോ, കേസ് നടന്നുകൊണ്ട് കോടതിയിലാണ്. അപ്പോൾ ഇതിപ്പോ ആ പെൺകുട്ടി റീച്ചിനാ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടി അതിൻ്റെതായ നിയമ നടപടികൾ ഇയാൾക്കുണ്ടായ ഇത്രയും നഷ്ടം, മാനഹാനി, അങ്ങനെ അതിനുള്ളതിനൊക്കെ മറുപടി പറയേണ്ടി വരും. മറിച്ച് ഈ പെൺകുട്ടിനോട് ചെയ്തത് ഇതേപോലെയുള്ള കാര്യമാണെന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും ഒരു സത്യാവസ്ഥ തെളിഞ്ഞു കഴിഞ്ഞാൽ സവാദ് അതിനനുസരിച്ചുള്ള നിയമ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാവണം. ഇപ്പൊ സവാദ് ഇപ്പൊ മറുപടി വന്നിട്ട് എന്തുകൊണ്ടാണ് ഓടിയത്, തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓടേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ നാട്ടുകാരന്റെ ചോദ്യത്തിന്റെ ഉത്തരവായിട്ടാണ് പുള്ളിന്റെ എക്സ്പ്ലനേഷൻ. നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, പുള്ളിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണത്. കാരണം ആ പറഞ്ഞ പെൺകുട്ടി ഒരു കാര്യം പറഞ്ഞു, അതിന് ഇതിങ്ങനെയല്ല ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരനും പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ഏത് വിശ്വസിക്കണം ഏത് വിശ്വസിക്കണ്ട എന്നുള്ളൊരു അവസ്ഥയാണ് ഇപ്പൊ നമുക്ക് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറഞ്ഞു, ഇപ്പൊ കുറെ പേര് ഇത് ചെയ്ത് വീഡിയോ എന്ന് വെച്ചാൽ സവാദിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിരിക്കുന്നതാണ്. ഇങ്ങനെയാണ് എന്ന് വെച്ചാൽ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി ഓടിയതാണ്, അല്ലാതെ വേറൊന്നുമല്ല, ഇതിന്റെ ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ പറഞ്ഞ സിബ് ഓപ്പൺ ചെയ്തെന്നൊക്കെ പറഞ്ഞ പുള്ളിക്കാരെ കാണിച്ചു, അതിലൊന്നുമില്ല, അതിലൊന്നും സിബ് ഓപ്പൺ ചെയ്തിട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല.
ഇനി അതിന് മുമ്പ് വല്ലതും ഉണ്ടായോ എന്നുള്ള കാര്യമല്ല, വീഡിയോ ഓൺ ചെയ്ത ശേഷം ഉണ്ടായിട്ടില്ല. പിന്നെ കണ്ടക്ടറിന്റെ അടുത്ത് നിൽക്കുന്നത് നമുക്ക് കാണുന്നുണ്ട്, പിന്നെ ഇറങ്ങി ഓടുന്ന ദൃശ്യങ്ങളാണ്. പക്ഷെ അതിന്റെ ഇടയിൽ നടന്ന കുറെ കാര്യങ്ങൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ആ വീഡിയോ എന്ന സംഭവങ്ങളിൽ കുറച്ച് വീഡിയോയിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് എന്നാണ് നമ്മുടെ ഈ സവാദ് പറയുന്നത്. ഒരു കാര്യം ഓർമ്മിക്കുക, പലരും ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ഇവൻ ഓടിയ തെറ്റ് ചെയ്തുകൊണ്ടല്ലേ ഓടിയത്. നമ്മളിപ്പം തെറ്റ് ചെയ്തവർ മാത്രമാണ് ഓടും, അങ്ങനെ ഒരു ധാരണ ഉണ്ടോ? നമ്മളിപ്പം തെരുവിലൂടെ നടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളിപ്പം ടൗണിലൂടെ നടക്കുമ്പോൾ ഒരു തെരുവ് നായ നമ്മളെ കടിക്കാൻ വരുന്നു. അപ്പം അത് കുരക്കുമ്പോൾ നമ്മൾ ഓടുന്നില്ല. അത് കടിക്കാൻ വരുമ്പോൾ ഞാൻ നായയോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ എന്തിനു ഓടുന്നു എന്ന് ചോദിച്ച് മസലും പിടിച്ച് അവിടെ നിൽക്കും. നമ്മൾ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് സേഫ് ആവാൻ നോക്കും. അതല്ലേ സ്വാഭാവികമായിട്ട് ചെയ്യാം. അത്രയും ഞാൻ അവിടെ ചെയ്തിട്ടുള്ളൂ. അപ്പം ഞാൻ ഓടിയത് എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലായല്ലോ. എല്ലാവരും ഞാൻ തെറ്റ് ചെയ്തുകൊണ്ടല്ല ഓടിയത്. ബസ്സിൽ നിന്ന് അവരെന്നെ തള്ളിച്ചതച്ച് എന്നെ പോലീസിൽ ഏൽപ്പിക്കാനായിരുന്നു ഒരു പ്ലാന്. അത് വീഡിയോയിൽ ഉൾപ്പെടുത്താനും അവരുടെ ഉദ്ദേശമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ വീഡിയോ കട്ട് ചെയ്തത്, അല്ലെങ്കിൽ മനഃപൂർവ്വം എടുക്കാതിരുന്നത്. അത് ജനങ്ങളെ വികാരം കൊള്ളിക്കുന്ന രൂപത്തിലായിരുന്നു. അപ്പോൾ അതങ്ങനെയായിരുന്നു കാര്യങ്ങളുടെ എക്സ്പ്ലനേഷൻ്റെ ഇറങ്ങി ഓടാനുള്ള കാരണവും അതിന് മുമ്പ് സീറ്റിൽ വന്നിരുന്നതിന് ശേഷം നടന്ന കാര്യങ്ങളുമാണ് ഇപ്പോൾ സവാദ് വിവരിച്ചത്. അപ്പൊ അതിൽ എത്രത്തോളം എന്ന് വെച്ചാൽ സവാദിന്റെ പേഴ്സണൽ ഇതിലാണ് പുള്ളിക്കാരൻ പറഞ്ഞത് എനിക്കുണ്ടായ അനുഭവം ഇങ്ങനെയാണെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മൊത്തത്തിൽ തള്ളിക്കളയാനുള്ള വിലക്കെടുക്കുക. പക്ഷെ ഇതിന്റെ എല്ലാം കൺക്ലൂഷൻ കോടതി എന്ന് പറയുന്ന ആ ജഡ്ജ്മെന്റിന്റെ ഫലത്തിലായിരിക്കും. ഇതിലെന്തെങ്കിലും ഒരു സത്യാവസ്ഥ ഉണ്ട് എന്നുണ്ടെങ്കിൽ രണ്ടുപേരും പറയുന്നത് നമ്മൾ മുഖവിലയ്ക്ക് എടുക്കണം. അതൊരു പെൺകുട്ടി നേരിട്ട പ്രശ്നങ്ങൾ ഇങ്ങനെയാണ്, പക്ഷെ ഇതിങ്ങനെയല്ല, ഞാൻ നേരിട്ട പ്രശ്നങ്ങൾ ഇങ്ങനെയാണെന്നുകൊണ്ട് സവാദം ഉന്നയിക്കുന്ന സമയത്ത് നമ്മൾ രണ്ടും കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് ആരുടെ ഭാഗത്ത് നീതി ഇത് എന്നുള്ളതൊക്കെ ഇനി അവസാനം ഇത് അന്വേഷിച്ച് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. അതുവരെ ഇതിന്റെ ഇടയിൽ കൂടെ ഭയങ്കര എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ റീച്ച് അത് നോർമലായിട്ട് കിട്ടി എന്നുള്ള ഉപരി ഈ പറഞ്ഞ ഇതൊരു തെറ്റായിട്ടുള്ള ഒരു ആരോപണമാണെങ്കിൽ ഈ സവാദിന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു റിലേഷൻഷിപ്പ് അല്ല, ബന്ധങ്ങൾ പിന്നെ ജോബിന്റെ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ പലതരത്തിലുള്ള നഷ്ടങ്ങളും കാര്യങ്ങളെല്ലാം സംഭവിച്ചിട്ടുണ്ട്. അതിനൊക്കെ മറുപടി ഈ പറഞ്ഞ പെൺകുട്ടി പറയേണ്ടി വരും. അത് വെറും റീച്ചിന് ചെയ്തൊരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ പറഞ്ഞ സ്ക്രിപ്റ്റഡ് ആണ്. ഏതൊരു ഹിന്ദി സിനിമയിൽ സെയിം ഇൻസിഡന്റ് വെച്ചിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ ആ പറഞ്ഞ ഡയലോഗ് വരെ ആ സിനിമയിൽ പറഞ്ഞ ഡയലോഗ് വരെ റിയലായിട്ട് കുത്തി കയറ്റിയിട്ടുണ്ട് എന്നാണ് സവാദ് ഉന്നയിക്കുന്നത്. അപ്പൊ എന്തായാലും അതിപ്പോ ആരുടെ പക്ഷത്താണ് തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കട്ടെ എന്നുള്ളത്. അതിപ്പോ കള്ളക്കേസ് കുടുക്കിയിട്ടാണെങ്കിൽ ഒരു ഈ സാധനം കുട്ടപ്പ് സ്റ്റോറി ചെയ്തിട്ട് ഈ റീച്ചിന് വേണ്ടി ചെയ്തതാണെങ്കിൽ കൂടി, അല്ലെങ്കിൽ ഈ പെൺകുട്ടിനെ ശരിക്കും ഒരു ഹറാസ്മെന്റ് ചെയ്തില്ല ആണെങ്കിൽ കൂടി രണ്ടുപേർക്കും എന്താ പറയുക നല്ല രീതിയിലുള്ള ശിക്ഷ കിട്ടട്ടെ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ശരി ആരുടെ ഭാഗത്താണോ അവരുടെ കൂടെ കോടതിന്റെ വിധിയും നിൽക്കും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പെൺകുട്ടിന്റെ ഒപ്പമാണെങ്കിലും ഈ പയ്യന്റെ ഒപ്പമാണെങ്കിലും തെറ്റ് ആര് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെതായ ശിക്ഷ രണ്ടുപേരും അനുഭവിക്കേണ്ടതാണ്. ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ്, അത് പെൺകുട്ടിയാവാം പയ്യനും ആവാം. പെൺകുട്ടി റീച്ചിന് വേണ്ടിയിട്ടാവാം, ചിലപ്പോൾ പെൺകുട്ടിനെ ഹറാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ സവാദം ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ആരാണ് ഇതിന്റെ ശരിക്കത്തെ ഈ തെറ്റ് ചെയ്തിട്ടുള്ളത് അവൻ ശിക്ഷ അനുഭവിക്കട്ടെ എന്ന് തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്. അതുകൊണ്ട് എക്സ്പ്ലനേഷൻ വെച്ചിട്ട് നമുക്ക് കൺക്ലൂഷൻ പറയാൻ പറ്റില്ല. അതുകൊണ്ട് വിധി വരട്ടെ.